ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ESR സ്പെക്ട്രോസ്കോപ്പിയാണ്. ഇലക്ട്രോൺ സ്പിൻ റെസൊണൻസ് സ്പെക്ട്രോസ്കോപ്പി അല്ലെങ്കിൽ ഇലക്ട്രോൺ പാരാമാഗ്നറ്റിക് റെസൊണൻസ് സ്പെക്ട്രോസ്കോപ്പി. ESR സ്പെക്ട്രോസ്കോപ്പി ഡിസ്കവർ ചെയ്തത് സോവിയറ്റ് ഫിസിസ്റ്റ് ആയിട്ടുള്ള സെവോസ്കിയാണ്. ESR സ്പെക്ട്രോസ്കോപ്പി നോർമലി കാണപ്പെടുന്നത് മൈക്രോവേവ് റീജിയനിലാണ്. മറ്റുള്ള സ്പെക്ട്രോസ്കോപ്പികളെ അപേക്ഷിച്ച് ESR സ്പെക്ട്രോസ്കോപ്പിക്ക് വൈഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഇല്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ESR സ്പെക്ട്രോസ്കോപ്പി ഒബ്സർവ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ടായിരിക്കണം. ആ കണ്ടീഷനാണ് ആ സ്പീഷീസിൽ അൺപെയർഡ് ഇലക്ട്രോണുകൾ ഉണ്ടായിരിക്കണം. അൺപെയർഡ് ഇലക്ട്രോണുകൾ ഉണ്ടായിരുന്നാൽ മാത്രമേ ESR സ്പെക്ട്രോസ്കോപ്പി അവിടെ ഒബ്സർവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ESR സ്പെക്ട്രോസ്കോപ്പി ഒബ്സർവ് ചെയ്യുന്ന കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്പീഷീസിൽ അൺപെയർഡ് ഇലക്ട്രോണുകൾ ഉണ്ടായിരുന്നാൽ മാത്രമേ ESR സ്പെക്ട്രോസ്കോപ്പി ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുമാത്രമല്ല, സ്പിൻ എന്ന് പറയുന്നത് S≠0 ആയിരിക്കണം. S≠0യും അൺപെയർഡ് ഇലക്ട്രോൺസും ഉണ്ടെങ്കിൽ നമുക്ക് പറയാം ആ സ്പീഷീസ് ESR സ്പെക്ട്രോസ്കോപ്പി കാണിക്കുന്നുണ്ട്. ESR ആക്റ്റീവ് ആയിട്ടുള്ള സ്പീഷീസുകളെ നമുക്ക് മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. പെർമനന്റ് ആയിട്ടുള്ള പാരാമാഗ്നറ്റിക് സ്പീഷീസുകൾ, ഇന്റർമീഡിയറ്റുകൾ, അതേപോലെ തന്നെ ഡയാമാഗ്നറ്റിക് സ്പീഷീസുകൾ. നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ ESR സ്പെക്ട്രോസ്കോപ്പി ഒബ്സർവ് ചെയ്യണമെങ്കിൽ ആ കോമ്പൗണ്ടിലോ അല്ലെങ്കിൽ ആ ഒരു ആറ്റത്തിലോ അറ്റ്ലീസ്റ്റ് 1 അൺപെയർഡ് ഇലക്ട്രോൺ എങ്കിലും ഉണ്ടായിരിക്കണം. 1 അൺപെയർഡ് ഇലക്ട്രോൺ എങ്കിലും അവിടെ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ESR സ്പെക്ട്രോസ്കോപ്പി കാണിക്കുകയുള്ളൂ. കൂടാതെ തന്നെ S എന്ന് പറയുന്നത് ≠0 ആയിരിക്കണം. ESR ആക്റ്റീവ് ആയിട്ടുള്ള സ്പീഷീസുകൾ എന്ന് പറയുന്നത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെർമനൻ്റ് ആയിട്ടുള്ള പാരാമാഗ്നറ്റിക് സ്പീഷീസുകൾ, ഇന്റർമീഡിയറ്റുകൾ, ഡയാമാഗ്നറ്റിക് സ്പീഷീസുകൾ. ESR സ്പെക്ട്രോസ്കോപ്പിയുടെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫ്രീ ഇലക്ട്രോൺ കൺസിഡർ ചെയ്യുക. ഫ്രീ ഇലക്ട്രോൺ കൺസിഡർ ചെയ്യുമ്പോൾ അതിന് രണ്ട് സ്പിൻ നോർമലി കാണും. ഇലക്ട്രോൺ സ്പിൻ രണ്ടെണ്ണം നോർമലി കാണും. +1/2ഉം -1/2. MS +1/2ഉം MS -1/2. രണ്ട് കേസ് സ്റ്റഡി യൂസ് ചെയ്തിട്ട് നമുക്ക് ESR സ്പെക്ട്രോസ്കോപ്പിയെ എക്സ്പ്ലെയിൻ ചെയ്യാം. രണ്ട് കേസ് സ്റ്റഡി യൂസ് ചെയ്തിട്ട് ESR സ്പെക്ട്രോസ്കോപ്പിയെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസ് ഇല്ലാത്തപ്പോൾ B0 അതായത് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസ് ഇല്ലാത്ത സമയത്ത് ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് രണ്ട് സ്പിൻ സ്റ്റേറ്റും +1/2ഉം -1/2ഉം എന്ന് പറയുന്നത് സെയിം എനർജി ലെവലിലായിരിക്കും. കാരണം ആ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡും ഹിറ്റ് ചെയ്യുന്ന റേഡിയേഷനും തമ്മിൽ അവിടെ ഒരു ഇൻട്രാക്ഷനും ഇല്ല. എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡും ഹിറ്റ് ചെയ്യുന്ന റേഡിയേഷനും തമ്മിൽ അവിടെ ഒരു ഇൻട്രാക്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ 1/2ഉം -1/2ഉം ഒരേ എനർജി ലെവൽ തന്നെ കീപ്പ് ചെയ്യുന്നു. ESR സ്പെക്ട്രോസ്കോപ്പിയുടെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസിഡർ എ ഫ്രീ ഇലക്ട്രോൺ. ഒരു ഫ്രീ ഇലക്ട്രോൺ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിന് രണ്ട് സ്പിന്നാണ് നോർമലി ഉണ്ടാവുക. MS എന്ന് പറയുന്നത് +1/2ഉം ആൻഡ് MS -1/2. അപ്പോൾ ഇത് രണ്ട് സ്റ്റേറ്റ് ആണ്, വിച്ച് മീൻസ് രണ്ട് സ്റ്റേറ്റിലാണ് ഇത് എക്സിസ്റ്റ് ചെയ്യുക. ആൽഫ സ്റ്റേറ്റ് ആൻഡ് ബീറ്റ സ്റ്റേറ്റ്. MS -1/2 എന്ന് പറയുന്നതിനെ നമുക്ക് ബീറ്റ സ്റ്റേറ്റ് എന്നും MS +1/2 എന്ന് പറയുന്നതിനെ നമുക്ക് ആൽഫ സ്റ്റേറ്റ് എന്നും പറയാം. ഇതാണ് രണ്ട് സ്റ്റേറ്റ്. രണ്ട് കേസ് ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ രണ്ട് കേസ് വെച്ചിട്ടാണ് ഈ ESR സ്പെക്ട്രോസ്കോപ്പിയെ നമ്മൾ കേസ് 1 എന്താണെന്ന് നോക്കാം. അതായത് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് B0 എന്ന് പറയുന്നത് 0 ആയിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ, അതായത് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തിരിക്കുന്ന എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് 0 ആണ്. വെൻ നോ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് അപ്ലൈഡ്, ആ സമയത്ത് റേഡിയേഷൻ ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ there is no interaction between electron spin and radiation. ഇലക്ട്രോൺ സ്പിന്നും റേഡിയേഷനും തമ്മിൽ ഒരു ഇൻട്രാക്ഷനും കാണിക്കുകയില്ല. Both the spin have same energy. രണ്ട് സ്പിന്നും ഒരേ എനർജിയാണ് കാണിക്കുക. അതായത് ഈ രണ്ട് സ്പിന്നും S=1/2ഉം S=-1/2ഉം എന്ന് പറയുന്നത് ഒരേ എനർജി ആയിരിക്കും കാണിക്കുക. രണ്ടും ഒരേ എനർജി സ്റ്റേറ്റിലായിരിക്കും എക്സിസ്റ്റ് ചെയ്യുക. ഇതെന്ന് പറയുന്നത് കേസ് 1 ആണ്. ഒന്നാമത്തെ കേസ്.
രണ്ടാമത്തെ കേസ് സ്റ്റഡിയിലേക്ക് വരികയാണെങ്കിൽ B0 നോട്ട് ഈക്വൽ ടു 0, അവിടെ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസ് ഉണ്ട്. എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസിൽ ഇലക്ട്രോൺ സ്റ്റേറ്റുകൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ആൽഫ എന്നും ബീറ്റ എന്നും ഇലക്ട്രോൺ സ്റ്റേറ്റുകൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയും റേഡിയേഷൻ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ബീറ്റ സ്റ്റേറ്റിലിരിക്കുന്ന ഇലക്ട്രോണുകൾ ആൽഫ സ്റ്റേറ്റിലേക്ക് പോവുകയും ചെയ്യുന്നു. പോകുന്ന സാഹചര്യത്തിൽ ഇലക്ട്രോൺ സ്പിന്നും മാഗ്നറ്റിക് ഫീൽഡും അസോസിയേറ്റ് ചെയ്തിട്ട് അവിടെ ഒരു എനർജി ഡെവലപ്പ് ചെയ്യും. കേസ് 2 ആണ് പറയുന്നതെങ്കിൽ ഇവിടെ B0, അതായത് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. B0 എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആണ്. മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ദാറ്റ് ഈസ് ഇൻ ദി പ്രസൻസ് ഓഫ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ദ എനർജി സ്റ്റേറ്റ് സ്പ്ലിറ്റ് ഇൻറ്റു 2. ഈ എനർജി സ്റ്റേറ്റ് എന്ന് പറയുന്നത് രണ്ടായിട്ട്, ഇങ്ങനിരുന്ന എനർജി സ്റ്റേറ്റ് എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇങ്ങനിരുന്ന എനർജി സ്റ്റേറ്റ്, ഈ എനർജി സ്റ്റേറ്റ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ എനർജി സ്റ്റേറ്റ് എന്ന് പറയുന്നത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയും ആൽഫ ബീറ്റ എന്ന് പറയുന്ന രണ്ട് സ്റ്റേറ്റായിട്ടത് സ്പ്ലിറ്റ് ചെയ്യുന്നു. ബീറ്റ സ്റ്റേറ്റിന് സ്പിൻ എന്ന് പറയുന്നത് -1/2ഉം ആൽഫ സ്റ്റേറ്റിൻ്റെ സ്പിൻ എന്ന് പറയുന്നത് +1/2ഉം ആണ്. നമുക്ക് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡും ഇലക്ട്രോൺ സ്പിന്നും തമ്മിൽ ഒരു ഇൻട്രാക്ഷൻ കാണാൻ സാധിക്കും. ഈ സാഹചര്യത്തിൽ ഇവിടെ ഇലക്ട്രോൺ, അതായത് ബീറ്റ സ്റ്റേറ്റിൽ നിന്നും ഇലക്ട്രോൺ, അതായത് വെൻ റേഡിയേഷൻ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ബീറ്റ സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഇലക്ട്രോൺ ആൽഫ സ്റ്റേറ്റിലേക്ക് പോകുന്നു. റേഡിയേഷൻ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ബീറ്റ സ്റ്റേറ്റിലിരിക്കുന്ന ഇലക്ട്രോണുകൾ ആൽഫ സ്റ്റേറ്റിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അതായത് ഒന്നും കൂടെ നമ്മളൊന്ന് സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ എനർജി സ്റ്റേറ്റ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ആൽഫ സ്റ്റേറ്റ് എന്നും ബീറ്റ സ്റ്റേറ്റ് എന്നും പറഞ്ഞ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. റേഡിയേഷൻ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോൺ ഇൻ ദ ബീറ്റ സ്റ്റേറ്റ് will be transferred into alpha state. So we can say that there is an interaction between magnetic field and electron spin. So നമുക്ക് കൺക്ലൂഡ് ചെയ്ത് പറയാം, the energy associated with the electron spin S in the magnetic field B0 is given by an equation E is equal to mu ms gs beta B0. This is the equation for energy. ആൻഡ് ബീറ്റ എന്ന് പറയുന്നത് ബോർ മാഗ്നറ്റോൺ ആണ്. ആൻഡ് B0 എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡാണ്. ആൻഡ് GS എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ലാൻഡേ ഫാക്ടർ. GS എന്ന് പറയുന്നത് ലാൻഡേ ഫാക്ടർ. ആൻഡ് MS എന്ന് പറയുന്നത് ഇലക്ട്രോൺ സ്പിൻ. MS എന്ന് പറയുന്നത് ഇലക്ട്രോൺ സ്പിൻ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക് ESR സ്പെക്ട്രോസ്കോപ്പി, അതിൻ്റെ കണ്ടീഷൻ, കേസ് 1, കേസ് 2, അസോസിയേറ്റഡ് എനർജി ഇക്വേഷൻസും ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. താങ്ക് യു.